ധീരജ് വധക്കേസിലെ ഒന്നാം പ്രതി നിഖിൽ പൈലിയെ DCC അംഗമാക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. അതായത് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നിഖിൽ പൈലി ഉൾപ്പെടെ നിലവിൽ പ്രതി ചേർക്കുന്നവർ നിരപരാധികളാണെന്നാണ് DCC പ്രസിഡന്റ്, അതായത് ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു പറയുന്നത്. അതായത് അതുകൊണ്ട് തന്നെ നീരജ് വധക്കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെടുമെന്നും അവർ പറയുന്നു. മാത്യു പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിൽ കോൺഗ്രസ് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന നിഖിൽ പൈലിയെ അംഗമാക്കിയത്, DCC അംഗമാക്കിയത്. അവരാരും ഈ പറയുന്ന പോലെ ആരോപിക്കപ്പെട്ട കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കോൺഗ്രസ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നിഖിൽ പൈലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനു മുൻപ് അല്ലെങ്കിൽ ധീരജിന്റെ മരണം സംഭവിക്കുന്നു, മരണമെന്ന് ഞാൻ പറഞ്ഞില്ല, കൊലപാതകം നടക്കുന്നു. ആ കൊലപാതകം നടക്കുന്ന സമയത്തും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നിഖിൽ പൈലി ഇവനെ കുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ തന്നെ ഒരു കോൺഗ്രസ് നേതാവ്, ഇതിനകത്ത് കള്ളത്തരമൊന്നുമില്ല. ഇതിനിപ്പോൾ പലതും നടക്കുന്നേ നമ്മുടെ കേരളത്തിൽ, സ്വാഭാവികമാണ്. കോൺഗ്രസ്സുകാരുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ഇപ്പം എന്താ പറയുക, അഴിയാൻ പോവുകയാണ്. ഇപ്പം ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനിയിപ്പം എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ അവൻ തിരിച്ചു കയറും പാർട്ടിക്കുള്ളിൽ. അതിന് അധിക കാലമൊന്നും വേണ്ട, കൂടി ഏറി വന്ന ഒരു 6 മാസം, അതും വേണ്ട, ഓണത്തിന് മുമ്പ് അവൻ തിരിച്ചു കയറും. ഇവിടെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഇപ്പൊ സർക്കാർ ഇപ്പോൾ ജനകീയ സർക്കാർ എന്നും പറഞ്ഞ ഒരു പേരുണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ. എന്ത് ജനകീയതയാ? ഒരു ജനകീയതയില്ല. അപ്പം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മാറും. ഇപ്പൊ ശബരിമലയിൽ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയതിനെ കുറിച്ച് പറയാം. ഇപ്പൊ അവിടെ പോയി 1000 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയെന്നൊക്കെ പറയുന്നു. അവിടെ ഗൺമാന്മാരെ ഒഴിവാക്കി, എല്ലാവരും ഒഴിവാക്കി, ഭയങ്കര സംഭവമായിരുന്നു. അവിടെ എന്താ കാണിച്ചത്? പ്രഹസനമാണ്. സത്യം പറഞ്ഞ പ്രഹസനം, പച്ചയ്ക്ക് പറഞ്ഞ പ്രഹസനം. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ മുന്നിൽ ഞാൻ എന്തോ ജനകീയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് അത്ര ബ്ലൈൻഡായിട്ടൊന്നും കാണാൻ പറ്റില്ലെന്നേ. ഈ പറയുന്ന BD സതീശൻ ഈ കാണിക്കുന്നതിനെല്ലാം നമുക്ക് നിഷ്കളങ്കമാണ് അല്ലെങ്കിൽ ഒരു ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. ഇതൊക്കെ വളരെ കൃത്യമായി മുറയൊപ്പിച്ചുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം, അല്ല വേറൊന്നുമല്ല. അതായത് തുടർഭരണം ഉണ്ടാവണം UDFന്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ BD സതീശൻ കാണിച്ചു കൂട്ടുന്ന ഗിമിക്സ് ആണ് നമ്മൾ ഈ കാണുന്ന ഗുരുവായൂർ അമ്പലത്തിലെ ദർശനവും ഈ പറയുന്ന അവിടുത്തെ ഗൺമാന്മാരെ ഒഴിവാക്കലും എല്ലാം. അല്ല, ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇതങ്ങോട്ട് കഴിയട്ടെ, ഒരു 6 മാസം കൊണ്ട് കഴിയട്ടെ. ജനകീയ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരട്ടെ. ഓണം വരട്ടെ. ഓണം കഴിയുമ്പോഴത്തേക്ക് തനിക്കോണം പുറത്തേക്ക് ഇറക്കും. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെയല്ല, അത് കഴിയുമ്പോഴേക്ക് ഈ പറയുന്ന വകുപ്പ് ഇപ്പൊ തന്നെ പല വകുപ്പിലും ഈ പറയുന്ന അസ്വാരസ്യങ്ങളുണ്ട്. റവന്യൂ മന്ത്രി അറിയാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റിംഗ് നടത്തുക. AP അനിൽകുമാറാണ് റവന്യൂ മിനിസ്റ്റർ. റവന്യൂ മിനിസ്റ്റർ അറിയാതെ കളക്ടർമാരുടെ നിയമനം നടത്താൻ എന്ത് അധികാരമാണ് VD സതീശനുള്ളത്? എന്തിനാ പിന്നെ റവന്യൂ മിനിസ്റ്റർ നമ്മുടെ ഒരു പോസ്റ്റ് കൊടുത്തോട്ട് ഇരുത്തിയിരിക്കുന്നത്? അപ്പൊ കളക്ടർമാരുടെ നിയമനം നടത്തി അവിടെ കൊണ്ടു കൊടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രി അറിഞ്ഞിരിക്കണം. ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊരു നിയമനം നടന്നാലും, ആഭ്യന്തര വകുപ്പുമായിട്ടാണ് ബന്ധപ്പെട്ട നിയമനം നടക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന ഇദ്ദേഹം അറിഞ്ഞിരിക്കണം, രമേശ് ചെന്നിത്തല അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊന്നും അറിയാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പൊ കേൽക്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വരുന്നു. ജനങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു തുടങ്ങിയെന്നേ, അല്ലെങ്കിൽ ആ രീതിയിൽ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതപ്പം ഈ VD സതീശൻ കാണിക്കുന്ന പോലെ നിഷ്കളങ്കമല്ല. ഞാനെന്തോ ജനകീയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് നോക്കിയാൽ ഇനി മുന്നോട്ടുള്ള യാത്രക്കിടയിൽ പലയിടങ്ങളിലും ക്രിമിനലുകളായ കോൺഗ്രസ്സുകാർ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതിൻ്റെ ഒരു കണക്ഷൻ എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത്. ഈ രാഹുൽ മാങ്കൂട്ടം പ്രതിയായിരിക്കുന്ന പല കേസുകളും ഒത്തുതീർപ്പിലേക്ക് എത്തും. അതിനുവേണ്ടി പണം മുടക്കാൻ അവർ തയ്യാറാകും. അപ്പോൾ അത് ഒത്തുതീർപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ കോടതിയിൽ കിടക്കുന്ന കേസിൽ പോലും ഒരു തീരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ കാര്യത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റവിമുക്തനാക്കുകയും അവൻ തിരിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തിരിച്ച് പ്രവേശിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു MLA യോട് രാജിവെക്കാൻ പറഞ്ഞിട്ട് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർത്തി മത്സരിപ്പിച്ച് ജയിപ്പിച്ചിട്ട് ഈ ഒന്നും വേണ്ട, രമേശ് പിഷാരടി പറഞ്ഞാൽ മതി പാലക്കാട് നിങ്ങളൊന്ന് മാറിത്തരാൻ. രമേശ് പിഷാരടിക്ക് ഇപ്പം 100 കൂട്ടം പണിയുണ്ട്. ഇപ്പൊ അമ്മ സംഘടന, AMMA, ആ സംഘടന ഇപ്പൊ പൊളിഞ്ഞടുക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് ചീത്തവിളിയും ബഹളമായിട്ട് നീട്ടാൻ പറ്റൊരുത്തം കാരണം. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ രമേശ് പിഷാരടിക്ക് രാജിവെക്കേണ്ടി വരും. എന്തായാലും മന്ത്രിയാവാൻ പറ്റിയില്ല. ഒരു കൊല്ലമെങ്കിൽ ഒരു കൊല്ലം MLA ആയിട്ടിരുന്നില്ലേ? രാജിവെക്കുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കുന്നു.
മത്സരിച്ചിട്ട് തിരിച്ചു വരുന്നു. കെ സി വേണുഗോപാൽ വേറൊരാളുടെ പറയും നിങ്ങൾ തൽക്കാലം രാജിവെക്കുമെന്ന് പറഞ്ഞു. കെ സി പിന്നെ അവിടെ എവിടെയെങ്കിലും നിൽക്കുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കൂറിൽ തന്നെ മത്സരിക്കും. 2 ഉപതെരഞ്ഞെടുപ്പ് ടക്കെന്ന് പറഞ്ഞാൽ നടക്കും. നടന്ന ഈ 2 പേര് എവിടേക്ക് എത്തും? പിന്നെ നിയമസഭയിലേക്ക് എത്തും. പിന്നെ വലിച്ചു കാടിയിടാനാണോ പാട്? ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുകൊണ്ട് വരാനല്ലേ പാടുള്ളൂ. MLA ആയിട്ട് വരുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഇപ്പൊ കെ സി വേണുഗോപാൽ MLA ആയിട്ട് വരുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിലേക്ക് കെ സി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഡീൽ അവിടെ ഉണ്ടാവും. നമുക്കറിയാൻ പറ്റില്ല. ഈ AICCയും പിന്നെ കെ സി വേണുഗോപാൽ തമ്മിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ ഇതിനിടയിൽ നടക്കുന്ന ചില പൊളിറ്റിക്കൽ ഗെയിമിംഗ് ആയിരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ നിഖിൽ പൈലിയുടെ കേസ് നമ്മൾ എടുത്ത് നോക്കൂ. ഈ ധീരജിനെ കൊലപ്പെടുത്തി നിഖിൽ പൈലി ജയിലിൽ പോയി ജാമ്യത്തിൽ ഇറങ്ങുന്ന സമയത്തും അതിനുശേഷവും എല്ലാം അന്നത്തെ KPCC അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ പറഞ്ഞു നടന്ന എന്താണെന്നറിയോ? ഇരന്നു വാങ്ങിയ മരണം, രക്തസാക്ഷിത്വം എന്നാണ് പറഞ്ഞത്. ഇരന്നു വാങ്ങിയ രക്തസാക്ഷിത്വം. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് കൊല്ലപ്പെട്ടപ്പോൾ, അങ്ങനെ കൊല്ലപ്പെട്ടിട്ടില്ല, അത് വേറൊരു കാര്യം, അങ്ങനെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാക്കന്മാർ ഇടതുപക്ഷക്കാരുടെ കയ്യിൽ കൊണ്ട് കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ എപ്പോഴെങ്കിലും ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇത്രയും തരംതാണ തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഒരിടത്തുമില്ല അങ്ങനെ. അപ്പം പിന്നെ അങ്ങനെ പ്രതികരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഇതാണ് അതിന് ചെറിയ ഒരു ന്യായമുണ്ട്. അപ്പോൾ ഇരന്നു വാങ്ങിയ മരണമെന്ന് ഞാൻ പറയാൻ കാരണം നിഖിൽ പൈലി ധീരജിനെ വെട്ടാനോ കുത്താനോ വന്നവനല്ലല്ലോ. അതായത് നിഖിൽ പൈലി അവനെ വെട്ടാനോ കുത്താനോ വന്നതല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ഓടേണ്ടല്ലോ. അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? 1.5 കിലോമീറ്ററോളം ഇവൻ ഓടിയില്ലേ? ഓടി ക്ഷീണിച്ച് തളർന്ന് അവൻ വീണില്ലേ? ആ വീഴുന്ന സ്ഥലത്തല്ലേ ഇവന് കുത്തുകൊള്ളുന്നത്? ആ കുത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു അസസ്മെന്റ് ആണ്. നിഖിൽ പൈലി വീഴുന്നു, ഓടി വീണ് അവൻ എവിടെ കുത്തി? അപ്പോൾ അങ്ങനെ ഓടിച്ചില്ല എങ്കിൽ കൊലപാതകം ഉണ്ടാകുമോ എന്നൊക്കെയാണ്. അപ്പം ഓടിയിട്ട് ഇവൻ വീണു, നിഖിൽ പൈലി വീണു, 1.5 കിലോമീറ്ററോളം ഓടി വീണ്, എന്നിട്ട് അവിടെ വെച്ചിട്ട് ഇവൻ കുത്തി. അപ്പൊ പിന്നെ ഓടിച്ചെന്ന് അവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെടുത്ത് പോയി ധീരജ് പോയി മരണം ഏറ്റുവാങ്ങുകയായിരുന്നു എന്ന് പിന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസിന്റെ അധ്യക്ഷൻ പ്രതികരിക്കേണ്ടത്? അപ്പൊ നിഖിൽ പൈലി പിന്നീട് അതിനുശേഷം നിഖിൽ പൈലി DCC അധ്യക്ഷൻ സെക്രട്ടറി ആക്കുക അല്ലേ? അപ്പൊ ആ നിലയ്ക്കൊക്കെ കാര്യങ്ങൾ മാറി പറഞ്ഞു പോവുക. അപ്പം കോൺഗ്രസിന് വേണ്ടി തന്നെ ചെയ്ത ഏറ്റവും വലിയൊരു കൊലപാതകമായി അതിനെ കോൺഗ്രസ്സുകാർ തന്നെ അംഗീകരിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇതിന്റെ ഒരു സത്യാവസ്ഥ ഒരു നേതാവ് അയാളുടെ ബ്ലോഗിൽ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. എങ്ങനെ ഈ കൊലപാതകം നടന്നു, അവിടെ കുത്താൻ വേണ്ടി ആരും ചെയ്തില്ല, പക്ഷെ കുത്തിക്കോണം. അതോടൊപ്പം ഈ കത്തി ആരുടെ കയ്യിലാണ്, അതിനെക്കുറിച്ചും അഡ്വക്കേറ്റിന്റെ കയ്യിലുണ്ട് കത്തി എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ. ആ കത്തി അയാൾ വണ്ടിക്കുള്ളിൽ, ജീപ്പിനുള്ളിൽ, വാഹനത്തിനുള്ളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ കേസ് നടക്കുന്ന സമയമാണ്. കത്തി എടുത്ത് കാണിച്ചു, ഈ കത്തി അറിയുമോ എന്ന് വക്കീൽ ചോദിക്കുന്നു. അറിയില്ല. ഇതാണ് ധീരജിനെ കൊന്ന കത്തി. ഈ കത്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കത്തി വളരെ സേഫായിട്ട് വക്കീലിന്റെ കയ്യിൽ വളരെ സേഫായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. ഈ രീതിയിൽ വരെ ഒരു എഴുത്ത് നടന്നിട്ടുണ്ട് ഇവിടെ ഇതിനെക്കുറിച്ച്. ഈ നിഖിൽ പൈലി കാണിച്ചു കൂട്ടിയ, അല്ലെ നിഖിൽ പൈലി എന്ന് പറയുന്ന ഒരു വ്യക്തി ധീരജിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചും വളരെ കൃത്യമായി തുറന്നു പറയാൻ തയ്യാറുള്ള നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഉണ്ട് ഇടുക്കിയിൽ. അപ്പം ആ പറയുന്ന കാര്യങ്ങളിലാണ് ഇതാ ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിഖിൽ പൈലിയൊക്കെ ഇനി രക്ഷപ്പെട്ട് പുറത്തേക്ക് വരും. നിഖിൽ പൈലിക്കൊന്നും ഒരു കുഴപ്പമില്ല. അപ്പം കാരണം എന്താ, കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത്തരക്കാരെ വെച്ചു വാഴിച്ചേ ശീലമുള്ളൂ. അവരെ എല്ലാം വെച്ച് വാഴിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർക്ക് തയ്യാറായേ പറ്റൂ എന്നുള്ളതാണ് അവരുടെ അവസ്ഥ.